ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 10 മണിക്കായിരുന്നു ഹാജരാകാൻ പോലീസ് പറഞ്ഞിരുന്നത്. 10 മണിക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 3 ACPമാരുടെ സാന്നിധ്യത്തിൽ വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് പോലീസ് പഴുതടച്ച് ചോദ്യം ചെയ്യൽ നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഫോൺ രേഖകൾ, UP ഇടപാടുകളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ് ഷൈൻ ടോം ചാക്കോയുടേത്. ഈ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അജിംഷാദ്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ ഷൈൻ ഇറങ്ങി ഓടിയത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി അവശേഷിച്ചിരുന്നത്. അതിലാണ് സംശയം തീർക്കേണ്ടിയിരുന്നത്. അതിൽ ഷൈൻ പറയുന്ന മറുപടി അവിടെ എത്തിയത് പോലീസാണ് എന്ന് തനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഗുണ്ടകളാണ് വരുന്നത് എന്ന് തെറ്റിദ്ധരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് എന്നൊക്കെയാണ് ഷൈൻ ഇപ്പോൾ പോലീസിനോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരം പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം കൂടി ഷൈൻ പോലീസിനോട് വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെ ഗുണ്ടകളുടെ ഭീഷണി ഷൈൻ ഉണ്ടായിരുന്നു, ആരെങ്കിലും ഇതിനു മുൻപ് അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു, അത്തരം ഭീഷണി സന്ദേശങ്ങളൊക്കെ വന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിനോട് ഷൈൻ തന്നെ പറയേണ്ടി വരും. ഏതായാലും പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് ഡാൻസ് ഓഫ് സംഘമാണെന്ന് അറിയാതെയാണ്, ഗുണ്ടകളാണ് എന്ന് വിചാരിച്ചാണ് ഷൈൻ അവിടെ നിന്ന് ഓടിയത് എന്നാണ് ഇപ്പോൾ ഷൈൻ തന്നെ പോലീസിനോട് പറയുന്നത്. നേരത്തെയും അത്തരത്തിൽ ഷൈനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഷൈൻ പോലീസിനെ കണ്ട് പേടിച്ചോടിയതല്ല എന്ന രീതിയിൽ നേരത്തെ തന്നെ വിശദീകരണം വന്നതാണ്. ഇപ്പോൾ ഷൈൻ തന്നെ അത് പോലീസിനോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധനകളിലേക്ക് കടന്നു. ഷൈൻ്റെ കയ്യിലുള്ള ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പരിശോധനയിൽ ഷൈനിന് വന്ന വാട്സപ്പ് കോളുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, ഒപ്പം UPI ഇടപാടുകൾ, ഇതേക്കുറിച്ചൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഷൈൻ പറഞ്ഞത് താൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഫോൺ അല്ല, അതല്ലാതെ മറ്റ് ഫോണാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്, ആ ഫോൺ കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. ഷൈനോട് ഫോൺ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഫോൺ നൽകി, പക്ഷേ ഇതുകൂടാതെ മറ്റ് 2 ഫോൺ കൂടി ഷൈൻ്റെ കൈവശം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രധാനമായും ഇത്തരം ചില ഫോൺ കോളുകളൊക്കെ വന്ന ആ മൊബൈൽ ഫോൺ അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. ഷൈനോട് ചോദിക്കുമ്പോഴെല്ലാം ഒറ്റ വാക്കിൽ മറുപടി, ആ തരത്തിലൊക്കെയാണ് ഈ ചോദ്യം ചെയ്യലിൽ ഷൈൻ പറയുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് പൂർണ്ണമായൊരു ഗുണ്ടകളെ ഭയന്നാണ് ഓടിയതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഡാൻസ് ഓഫിൻ്റെ അല്ലെങ്കിൽ ഈ ഡി-ഹണ്ട് പ്രവർത്തനങ്ങൾ, പോലീസിൻ്റെ ഡി-ഹണ്ട് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പരിശോധനയിൽ ഒരുപക്ഷെ പോലീസാണെന്ന് അറിയാത്ത വിധമായിരിക്കാം ഒരുപക്ഷെ ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ സ്വാഭാവികമായും, പക്ഷേ എന്താണ് ഗുണ്ടകളാണ് എത്തുന്നത്, തന്നെ തേടിയാണ് എന്നെങ്ങനെ ഷൈന് ബോധ്യമായി? 1. 2, അങ്ങനെ ഗുണ്ടകളിൽ നിന്നാണ് രക്ഷപ്പെടാനെങ്കിൽ പോയതിനു ശേഷം ഇത്ര ദിവസം എവിടെയായിരുന്നു? ഫോൺ പോലും എടുക്കാതെ തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞതിന് വീട്ടുകാർക്ക് പോലും എവിടെയാണെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാകുന്നില്ലേ ഉമേഷ്? അതെ, അത് ഷൈനാണ് അത് പോലീസിനോട് വിശദീകരിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചും അത് തന്നെയാണ്. ഇങ്ങനെ ഗുണ്ടകളെ പേടിച്ചാണ് പോയത് എന്ന മറുപടി ഷൈൻ പറയുകയാണെങ്കിൽ അതിനോട് ചേർന്നുള്ള മറ്റ് സംശയങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത ഷൈനുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ മുൻപ് ഭീഷണികൾ വന്നിട്ടുണ്ടോ, ഗുണ്ടകളുടെ ഭാഗത്തു നിന്ന് അത്തരം ഭീഷണി വന്നിട്ടുണ്ടോ, ഫോൺ കോളുകളോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഭീഷണികളോ ഒക്കെ വന്നിട്ടുണ്ടോ, ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഭീഷണി വരാൻ ഇടയായത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദീകരണം പറയേണ്ടത് ഷൈൻ തന്നെയാണ്. അതിനുശേഷം എന്തുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ഷൈനാണ്. അത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അതിലൊരു വിശദീകരണം നൽകാൻ ഷൈൻ ശ്രമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ പോലീസിൻ്റെ സംശയം, ചോദ്യത്തിന് മറുപടിയായി ഷൈൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. താൻ ഡാൻസ് ഓഫ് സംഘമാണ് എന്നറിയാതെയാണ് അവിടെ നിന്ന് പോയത്, പകരം തന്നെ ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് ഷൈൻ്റെ ഒരു വിശദീകരണം. ആദ്യഘട്ടത്തിലുള്ള വിശദീകരണമായി പുറത്തു വരുന്ന വിവരം അതാണ്. എന്തായാലും ഷൈൻ്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല. ഇത്തരം മറുപടികളിൽ പോലീസ് അതേപടി വിശ്വസിക്കുമോ എന്നുള്ള കാര്യവും ഉറപ്പില്ല. അങ്ങനെ വിശ്വസിക്കാതിരിക്കാനാണ് സാധ്യത. പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത അക്കാര്യങ്ങളിലൊക്കെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉപചോദ്യങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഷൈൻ നേരിടേണ്ടി വന്നേക്കാം. അതിന് ഷൈൻ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ മറുപടി നൽകുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും തുടർന്നുള്ള മുന്നോട്ട് പോക്ക്. ഈ ചോദ്യം ചെയ്യലിൻ്റെ ഗതി അങ്ങനെയായിരിക്കും. തീർച്ചയായും ഷൈനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ടാണ് പോലീസ് നീക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിലെ UPI ഇടപാടുകളും മറ്റ് ഫോൺ രേഖകളും ഒക്കെ പരിശോധിക്കുന്നു എന്ന വിവരം ഉമേഷ് നൽകുമ്പോൾ, ഈ അന്ന് രാവിലെ, പരിശോധന നടന്ന രാവിലെ, ഓടിയ ദിവസം രാവിലെ തന്നെ 1-2 പേർ അവിടെ എത്തിയിരുന്നു
സാമ്പത്തിക ഇടപാട് അടക്കം നടത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു. മയക്കുമരുന്ന് ആണോ, അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണോ, ഇത്യാദി സംശയങ്ങളുണ്ട്. രണ്ട്, ഈ ഓടിയതിന് ശേഷം, ഓടിയത് വളരെ സാഹസപ്പെട്ടാണ് ഓടുന്നത്. മറിഞ്ഞു വീഴുന്നു, കുളത്തിൽ മീൻസ് സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നു, അതിനുശേഷമാണ് ഇറങ്ങി ഓടുന്നത്. ഇതൊക്കെ CCTV ദൃശ്യമുണ്ട്, അതിനകത്ത് കള്ളം പറയാനാകില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം. അതിനുശേഷം ബന്ധപ്പെട്ടവരുടെ ഡീറ്റെയിൽസ്, അപ്പോൾ 3 ഫോണുകൾ മറ്റോ ആയിരുന്നു ഷൈൻ ടോം ചാക്കോയ്ക്കുള്ളത്. അപ്പോൾ ഈ 3 ഫോണുകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ടോ? ഈ ആരെയൊക്കെയാണ് അതിനുശേഷം ഏതൊക്കെ ഫോണിൽ നിന്നാണ് ബന്ധപ്പെട്ടത്? ഇതൊക്കെ ആയിരിക്കും പോലീസ്. അപ്പോൾ ഒരുപക്ഷെ കളവ് പറഞ്ഞ് കടന്നു കളയാനാകില്ല. ഇല്ല ജിംഷാദ്, 3 ഫോണുകൾ തനിക്കുണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരു ഫോൺ മാത്രമേ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. അതുതന്നെയാണോ പ്രധാനമായും ഷൈൻ ഉപയോഗിക്കുന്നത് എന്ന സംശയവും പോലീസിനുണ്ട്. ഷൈൻ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ഈ വാട്സാപ്പ് കോളുകളെക്കുറിച്ചാണെങ്കിലും വാട്സാപ്പ് ചാറ്റിനെക്കുറിച്ചാണെങ്കിലും UPI ഇടപാടുകളെക്കുറിച്ചൊക്കെ ആണെങ്കിലും ഷൈൻ മറുപടി നൽകുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്രത്തോളം ദുരൂഹത നീക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് സംശയങ്ങൾ ബാക്കിയാകുന്നത്. ഏതായാലും ഷൈൻ ഇപ്പോൾ ഷൈൻ്റേതായ വിശദീകരണങ്ങൾ പോലീസിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഓടിയത് പോലീസിനെ പേടിച്ചല്ല, ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ്. മറ്റ് കാര്യങ്ങളിലൊക്കെ പോലീസ് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ തയ്യാറാണ് എന്ന നിലയിൽ തന്നെയാണ് ഷൈൻ ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത്. പക്ഷേ പോലീസ് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു വിശദമായ മറുപടി എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ഹ്രസ്വമായ വാക്കുകളിൽ ഓരോ ഉത്തരം പറഞ്ഞു പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഷൈൻ ഈ ചോദ്യം ചെയ്യലിനെ നേരിടുന്നത് എന്നാണ് അകത്തു നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഷൈൻ്റെ ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചും UPI ഇടപാട് സംബന്ധിച്ചും ഫോൺ കോൾ വിവരങ്ങളുമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഷൈൻ ഇങ്ങനെ പോലീസല്ല അതല്ല ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പോയതെന്ന് പോലീസിനോട് പറയുമ്പോൾ ഇതിനു മുൻപ് ഷൈൻ ആരൊക്കെയായി സംസാരിച്ചു, ആരൊക്കെയുമായി കണ്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ പക്കലുണ്ട്. അതിൻ്റെ ഫോൺ കോൾ രേഖകളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൂടി വെച്ചായിരിക്കും പോലീസ് ഈ ഷൈൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് വിലയിരുത്തുക. അതിലെന്താണ് പോലീസിൻ്റെ ഒരു നിഗമനം എന്നതിലേക്ക്, അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താറായിട്ടില്ല. കാരണം ചോദ്യം ചെയ്യൽ തുടരുക തന്നെയാണ്. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ, ഏതാനും മണിക്കൂറുകൾ കഴിയുന്നതോടെ തന്നെ ഇതിലൊരു വ്യക്തത വരും. ഈ ഷൈൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന കാര്യങ്ങളിലൊക്കെ പോലീസിനൊരു വ്യക്തത ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുക തന്നെയുമാണ്. തീർച്ചയായും ഉമേഷ്, അതായത് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ട ചില കാര്യങ്ങൾ ഒരുപക്ഷെ പോലീസിനുണ്ടാവും. കാരണം പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളും രേഖകളും ഒക്കെ താരതമ്യം ചെയ്തത് തന്നെയായിരിക്കും പോലീസ് നീങ്ങുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ രക്ഷപ്പെട്ട് എങ്ങോട്ടേക്കാണ് പോയത്, ആരാണ് ആ ഘട്ടത്തിൽ സഹായിച്ചത്, ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകുന്ന വിശദീകരണം എന്തായിരിക്കും? എന്താണ് ഷൈൻ പറയുന്നത്? അവിടെ നിന്ന് ഇങ്ങനെ ഇവരെ കണ്ട് ഭയന്നു പോയി എന്നുള്ളത് തന്നെയാണ്. പിന്നീട് എറണാകുളത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ കൊച്ചിയിലെ തന്നെ ഹോട്ടലുകളിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കരുതിയത് കൊണ്ടായിരിക്കാം ഇവിടം വിട്ടത് എന്ന വിശദീകരണമൊക്കെ ആയിരിക്കാം പോലീസിനോട് പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങി ഓടി തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ബോൾഗാട്ടിയിൽ തന്നെയുള്ള ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ ചെന്ന് അവിടെ നിന്നും അധികം നേരം കഴിയാതെ അവിടെ നിന്നും അയാൾ പോവുകയാണ്. ഈ കേരളത്തിൽ നിന്ന് തന്നെ പോവുകയാണ് എന്നുള്ളതാണ്. അതെല്ലാം പോലീസിനെ പേടിച്ചല്ല, പകരം ഇവരെ പേടിച്ചാണ് എന്നൊക്കെ പറയാൻ ഷൈൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് പോലീസിൻ്റെ പക്കലുള്ള രേഖകൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമേ അതിലൊരു ഷൈൻ പറയുന്നത് ശരിയാണോ എന്ന കാര്യത്തിലൊരു വ്യക്തത പോലീസിന് ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഷൈൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അത് പോലീസ് പരിശോധിക്കുന്നു. ഒറ്റയടിക്ക് ഒരു കൺക്ലൂഷനിൽ പോലീസ് എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഷൈൻ്റെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ അവസാനിക്കുകയാണെങ്കിൽ ഇന്നത്തെ മൊഴികൾ ആകെ പരിശോധിച്ച് പോലീസിൻ്റെ കയ്യിലുള്ള വിവരവും ഒത്തുനോക്കി മാത്രമേ ഒരു തീർപ്പിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. അതിനുശേഷം പൊരുത്തക്കേടുകൾ ഏറെ ഉണ്ട് എന്നാണ് കാണുന്നതെങ്കിൽ വീണ്ടും ഷൈനെ വിളിച്ചു വരുത്തുകയും ചെയ്യും. അങ്ങനെയാണ് പോലീസിൻ്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ പോലീസ് അവിടെ എത്തുന്ന ഘട്ടത്തിൽ, കതകിന് മുട്ടുന്ന ഘട്ടത്തിലാണ് ഈ ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും ജനാല വഴി ചാടുന്നത് എന്നൊക്കെയാണ് അറിവാകുന്നത്. ഈ CCTV ദൃശ്യങ്ങളും ബോധ്യമാക്കുന്ന അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പോലീസ് ആ റൂമിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ഷൈൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ കൊട്ടുന്ന വേളയിൽ തന്നെ ഇത് പോലീസാണോ അല്ലെങ്കിൽ ഗുണ്ടകളാണോ എന്നൊക്കെ ധരിച്ചത് എങ്ങനെയാണ്? ഇതൊക്കെ ഒരു സംശയാസ്പദമായ സാഹചര്യം തന്നെയാണ്. ഈ മറുപടികളിൽ അല്ലെങ്കിൽ ഈ വിശദീകരണത്തിൽ, ഷൈനിൻ്റെ ഈ വിശദീകരണത്തിൽ തൃപ്തമാകുന്ന കാര്യങ്ങളും ഘടകങ്ങളും അല്ലേ ഉമേഷ്?
അത്തരത്തിൽ ഉണ്ടാകാം ചിലപ്പോൾ പൊരുത്തക്കേടുകൾ. ഷൈൻ ഈ പറയുന്നതിൽ ഒട്ടേറെ പൊരുത്തക്കേടുകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഈ ചോദ്യം ചെയ്യലിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ സൂചനകളായി ലഭിച്ചിട്ടുള്ളത്. പോലീസിന് മുൻപാകെ ഷൈൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതിൻ്റെ പൂർണ്ണ കാര്യങ്ങൾ അത് പോലീസിന് മാത്രമേ അറിയുകയുള്ളൂ. അതെല്ലാം പരിശോധിച്ച് മാത്രമേ പോലീസ് ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തുകയും ചെയ്യൂ. നമുക്ക് ഈ പറയുന്ന കേട്ടതനുസരിച്ച് ഷൈൻ്റെ മറുപടി തൃപ്തികരമാണോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയില്ല. അതിന് മറുപടി പറയേണ്ടത് പോലീസാണ്. കാരണം അവരുടെ കയ്യിൽ ഒട്ടേറെ വിവരങ്ങളുണ്ട്. ഈ ഷൈൻ പറയുന്നത് ഒത്തുനോക്കാനായി അവരുടെ കയ്യിൽ ഫോൺ കോൾ രേഖകളുണ്ട്. ഷൈൻ ആരൊക്കെ കണ്ടു എന്നതിൻ്റെ വിവരങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഷൈൻ തൊട്ടടുത്ത് പോയത് എവിടേക്കൊക്കെയാണ്, അവിടെ നിന്ന് എങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരു അന്തിമമായ തീർപ്പിലേക്ക് എത്തേണ്ടത് പോലീസാണ്. ഷൈൻ പറയുന്ന കാര്യങ്ങൾ തൃപ്തികരമാണോ എന്നത് പറയേണ്ടത് പോലീസ് തന്നെയാണ്. ഇപ്പോൾ ഒരു തീർപ്പിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നീളുന്നതും ആ സാഹചര്യത്തിൽ തന്നെയാണ്. ഇങ്ങനെ പോലീസല്ല ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പോയത് എന്ന കാര്യം പോലീസിന് ബോധ്യപ്പെടുന്നത് വരെ ആ വാദം പോലീസിന് ബോധ്യപ്പെടുന്നത് വരെ ഈ ചോദ്യം ചെയ്യൽ നീളും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.